വൺസ് അഗെയിൻ ഒരു പ്രാവശ്യം കൂടെ മിറക്കുലസ് ഫാൻസ് മിനിസ്ട്രിയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയംഗമായ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് പാട്ട് ശുശ്രൂഷയാണ് ഫാനി ജോസ് ഇന്നും സാക്ഷ്യവും അനുഭവ സാക്ഷ്യം പങ്കിടുന്നത് ബഹുമാന കർത്തൃദാസൻ കൃഷ്ണകുമാരാണ്. കൃഷ്ണകുമാറിൻ്റെ ജീവിത രീതിയും ഫാനിയും നമുക്ക് മനസ്സിലാക്കാം. രണ്ടുപേർക്കും ബാഹ്യമായ കാഴ്ചയില്ലെങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന ഉൾക്കാഴ്ചയുടെ മുഖത്താണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫാനിയിൽ നിന്ന് തന്നെ ചില ഗാനങ്ങൾ കേട്ട് ദൈവത്തെ പാടി സൂചിച്ച് മഹത്വപ്പെടുത്താം. ഫാനിയും പുതിയ പ്ലീസ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല രാത്രിയുടെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് എന്ന ഈ സാക്ഷ്യ പരമ്പരയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സൗകര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി സ്തുതിക്കുന്നു. നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഗാനമാണ് നമ്മൾ പാടുന്നത്. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പ്രാർത്ഥന വേണം. മുട്ടോളമല്ല, അരയോളം പോരാ, നീണ്ടിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആ ആത്മനദി ഒഴുകണമേ, ആ ജീവനദി ഞങ്ങളിലൂടെ ഒഴുകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പാടാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിരുന്നേ. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. ഓ, മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. യേശുവേ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിറയ്ക്കുക നിന്നഗ്നിയാൽ എന്നെ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങെ ഘോഷിച്ചിടുവാൻ. പ്രാർത്ഥിച്ച് നിറയ്ക്കുക നിന്നഗ്നിയാൽ എന്നെ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ അങ്ങെ ഘോഷിച്ചിടുവാൻ. മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങേ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. ഓ, മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങേ മുങ്ങി
മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു നന്ദിയോടെ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നദി രാത്രി നമ്മിലേക്ക് ഒഴുകട്ടെ. ദൈവസ്നേഹത്തിന്റെ ആ നീളവും വീതിയും ആഴവും ഉയരവും ആരായവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ പുറത്തായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മുടെ നിക്ഷേപം ആരാണ്? നമ്മുടെ യേശുവാണ്. നമ്മുടെ ഹൃദയം യേശു കർത്താവാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉടയവൻ യേശു കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകൾ അടിച്ച് പരിസരം മറന്ന് ആത്മശക്തിയിൽ ആത്മനിറവിൽ നമുക്ക് പാടാം. എന്റെ നിക്ഷേപം നീ തന്നെയാണ്, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാണ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ എല്ലാവരും ചേർന്ന് എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഓ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കണ്ണുകളാൽ കാണുവേ, കണ്ണുകളാൽ കാണുവേ എൻ പ്രിയ രക്ഷകനേ. കണ്ണുകളാൽ കാണുവേ, കണ്ണുകളാൽ കാണുവേ എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനെ, സുന്ദരരൂപനെ, വന്ദിതനാഥനെ, മാറനാഥ, മാറനാഥ. ഓ സുന്ദരരൂപനെ, വന്ദിതനാഥനെ, മാറനാഥ, മാറനാഥ. മേഘത്തി വരുവേ, മേഘത്തി വരുവേ എന്നെയും ചേർത്തിടുവാൻ പ്രത്യാശയോടെ. മേഘത്തി വരുവേ, മേഘത്തി വരുവേ എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ, മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ, മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഓ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ജഗനാധികനം ശകലം ഫലവൈദവരം ശകനാധാരാവാരം ഫലവൈദാ.
പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ രാജാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നേ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളിലൂടെ ആ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന സാക്ഷ്യവചനങ്ങൾക്കും ദൈവത്തിന്റെ വചനത്തിനും ആലോചനകൾക്കുമായി സ്തോത്രം. അത്ഭുതങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. കർത്താവായ യേശുവേ, അങ്ങ് മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണിയാണ് ഇന്നും കേൾക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം നമ്മുടെ പുറമേയുള്ള കണ്ണുകളാൽ അന്യോന്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ മനുഷ്യന്റെ കണ്ണുകളാൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. തന്റെ 7ാമത്തെ വയസ്സിൽ കണ്ണിന്റെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ കൃഷ്ണകുമാർ സാറാണ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. അദ്ദേഹം ഒരു സംഗീത അധ്യാപകനാണ്. സ്കൂൾ ഓഫ് മ്യൂസിക്കില് പഠിപ്പിക്കുന്ന നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവഭൃത്യനാണ്. അതിനോടൊപ്പം തന്നെ അനേക ഇടങ്ങളിൽ ബ്ലെസ് വോയിസ് മ്യൂസിക് എന്ന മ്യൂസിക് ബാൻഡിലൂടെ അനേക ഇടങ്ങളിൽ ഗാനങ്ങളിലൂടെ കർത്താവിനെ സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ ട്രൂപ്പിനകത്തുള്ളവരെല്ലാം ബ്ലൈൻഡ് ആയിട്ടുള്ളവരാണ്. അവർ തന്നെയാണ് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതും. വളരെ അനുഗ്രഹിക്കപ്പെട്ട, യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മ്യൂസിക് ബാൻഡാണ്. അനേക ഇടങ്ങളിൽ അവരെ വിളിക്കുന്നിടത്തൊക്കെയും അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം വിവിധ സോണുകളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് ഹൃദ്യമായി സംസാരിക്കുവാൻ ഇടയാകട്ടെ. തന്റെ അകക്കണ്ണുകളാൽ കർത്താവിനെ സേവിക്കുന്നതും കർത്താവിനോടുള്ള ആ അകമഴിഞ്ഞ സ്നേഹത്തിൽ ഇന്നയോളം നിലനിർത്തുന്നതുമായ ദൈവത്തിന്റെ വൻ കൃപകളെ ആമേൻ ഹല്ലേലൂയ ഓർത്തുകൊണ്ട് ആ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കും അദ്ദേഹത്തോടൊപ്പം ഈ സാക്ഷ്യം കേൾക്കുവാൻ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാൻ എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. അദ്ദേഹത്തിന്റെ വൈഫ് ചില വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. കർത്താവ് നിത്യതയോട് കർത്താവ് ചേർത്തു. എന്നാലും മോന്റെയും കുടുംബത്തിന്റെയും ഒപ്പം അദ്ദേഹം ആയിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയപ്പെട്ട കൃഷ്ണകുമാർ സാറിനെ സാക്ഷ്യം പറയുവാനായിട്ട് ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സർ മ്യൂട്ടാണ്. അത് മ്യൂട്ട് ആയിരിക്കുക. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ ഈ വിശുദ്ധ പ്രഭാതത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നമുക്കിങ്ങനെ ഇരുന്ന് കർത്താവിന്റെ നാമത്തിൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ എണ്ണമില്ലാത്ത കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് എന്ന ഈ മിനിസ്ട്രിയെ പരിചയപ്പെടുവാൻ യേശു കർത്താവ് സഹായിച്ചു. ഈ മിനിസ്ട്രിയുടെ ബഹുമാനിയുടെ എല്ലാ പ്രവർത്തകർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ
ബഹുമാന്യനായ മാത്യു മൺസാർ എന്നെ വിളിച്ചിരുന്നു. ഇന്നത്തെ ഡേറ്റ് എനിക്ക് എത്രയൊക്കെ ചെയ്തു. അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഒരിക്കലും പരിചയമില്ലാത്ത മാത്യു സാർ എന്നെ വിളിച്ചല്ല, സന്തോഷം തോന്നുന്നു. എനിക്ക് പരിചയമുള്ള ജോർജ് പി ചാക്കോ എന്ന് പറഞ്ഞ പാസ്റ്ററാണ് നമ്പർ കൊടുത്തത്. എന്നെ പരിചയപ്പെടുത്തിയതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ സമയം ഓർക്കുന്നു. അതുപോലെ പ്രിയ പാനിമോളെ ഞാൻ ഓർക്കുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജോൺസൺ ബ്രദർ ഉണ്ട് അടൂര്. അദ്ദേഹം പ്രോഗ്രാമിന് ദുബൈയിലോ വിദേശത്ത് എവിടെയോ പോയപ്പോൾ അവിടെ വെച്ചെന്നോ പറഞ്ഞു, സാറേ ഇങ്ങനെ കാഴ്ചയില്ലാത്തൊരു കുട്ടിയെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. മോളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. പിന്നെ മോളുടെ പപ്പ ജോസ് ചേട്ടൻ ഇവിടെ ഒരു ദിവസം വന്നിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടും കൂടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ടതായിരുന്നു വട്ടപ്പാറ, തിരുവനന്തപുരത്ത്. അന്ന് പാനിമോൾ പാടുകയും ഞാൻ മെസ്സേജ് പറയാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് എന്തോ പെട്ടെന്നൊരു അസുഖം ഉണ്ടായി, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹപ്രവർത്തകയാണെന്ന് അവിടെ പ്രസംഗിച്ചത്. എന്തായാലും കൃപയാൽ ആ മോളുടെ ശബ്ദം ഒന്നും കേൾക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. നല്ല ഒരു മ്യൂസിഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസിഷ്യനാണ്. കാര്യം എനിക്ക് സംഗീതമായിട്ട് ചെറിയ ബന്ധമുണ്ട്. സ്കെയിലും റിതവും പിച്ചും റിതവും ഒക്കെ വളരെ കറക്റ്റായിട്ട് ക്ലാസിക്കൽ പഠിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി പാടാൻ ഉപയോഗിക്കുന്ന ഫാനി മോളെ ഓർക്കുന്നു, കുടുംബത്തിനായിട്ട് ഓർക്കുന്നു. അതുപോലെ എന്നെ ഇന്നലെ വിളിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷേർലി യോബിൻ മാഡത്തെ ഓർക്കുന്നു. മാഡം എന്ന് തോന്നുന്നു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവരെയും ഓർക്കുന്നു. പ്രാർത്ഥിച്ചവരുടെ ആരെയും പേര് എനിക്ക് ഓർമ്മയില്ല. എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ചുരുങ്ങിയ നിമിഷം എൻ്റെ അനുഭവസാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഇപ്പോൾ എൻ്റെ പല്ലെടുത്തിരിക്കുക ഒന്ന്. രണ്ടാമത് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ തിരക്കിലാണ്. മിനിഞ്ഞാന്ന് പെരുമ്പാവൂരൊരു കല്യാണം, ഇന്നലെ ആലപ്പുഴ ഒരു ഫംഗ്ഷൻ, അങ്ങനെ ദീർഘമായ യാത്രയൊക്കെ ആയിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. അതിൻ്റെ കൂടെ ചെറിയ പനിയും ഒക്കെ ആയിരുന്നുകൊണ്ട് ഒത്തിരി ക്ഷീണമൊക്കെ ഉണ്ട്, പ്രയാസമുണ്ടെങ്കിലും ഇങ്ങനൊരു അവസരം ദൈവം നൽകിയല്ലോ, വലിയ സന്തോഷമുണ്ട്. എത്ര സമയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെ വാച്ചിലെ സമയം 6:30. അപ്പോൾ അതുകൊണ്ട് എത്ര സമയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ സാക്ഷ്യം ചുരുക്കി പറയാം. ഈ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ച ടി വിയിലൊക്കെ ഓരോ ചാനലിൽ വിളിച്ചിരുന്നു. അവരൊക്കെ ഒത്തിരി സമയങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നത്. എത്ര സമയമുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഇപ്പോൾ എൻ്റെ വാച്ചിലെ സമയം 6:30. അപ്പൊ ഞാൻ എപ്പോൾ നിർത്തണമെന്ന് പറയാം. അതനുസരിച്ച് വേണം എനിക്ക് സാക്ഷ്യത്തിന്റെ. കൃഷ്ണകുമാറിന് ഒരു 45 മിനിറ്റ്സ് എടുക്കാം, 45 മിനിറ്റ് എടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പോ 7:15 വരെ ഉപയോഗിക്കാം. കുഴപ്പമില്ല. കറക്റ്റ്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ആരംഭിക്കുക. എന്നെക്കുറിച്ച് ഞാൻ ഇന്നലെ ഷേർലി മാഡത്തോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ വീട് ചെങ്ങന്നൂർ ചെറിയനാടാണ്. ഇവിടെ ചെറിയ വീട്ടിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മകന് ഉണ്ട് ഇവിടെ, മകനും കുടുംബവും. മകനൊരു കുഞ്ഞുണ്ട്, മകനാണ് മൂത്ത ആള്. അവന് പവർ വിഷൻ ചാനലിലെ എഞ്ചിനീയറാണ്, ഓഡിയോ എഞ്ചിനീയറാണ്. എൻ്റെ മകളെ ഉള്ളത് ഗ്രേസ്, മകൻ ഷൈനാണ്. അപ്പോൾ ഗ്രേസ് കുമളിയിലായിരുന്നു. അവൾ ഇന്നലെ വന്നിട്ടുണ്ട്, കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും, ഞാൻ മോൻ്റെ കൂടെ താമസിക്കുന്നത്. എന്നെ വിളിച്ചപ്പം മത്തിസാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. എന്തായാലും ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളുടെ എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി സമയങ്ങളുണ്ട്. നമ്മളെല്ലാവരും അത് പറയാറുള്ളതാണ്. ഞാനൊരു പ്രത്യേക ഭാഷയോ പ്രയോഗങ്ങളോ ശബ്ദങ്ങളോ ഉപയോഗിക്കാതെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് അതുപോലെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്ക് വളരെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രിയെക്കുറിച്ച് ഷേർലി മാഡം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കാഴ്ചയില്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മ്യൂസിക് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ, കേരളത്തിലൊക്കെ ഞങ്ങളിങ്ങനെ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും 15-ലധികം കാഴ്ചയില്ലാത്തവരുണ്ട്. ഞാൻ ഇന്നലെ 12 പേരടങ്ങിയ ഒരു പ്രോഗ്രാം മാഡത്തിന് ഇട്ട് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം മാർത്തോമാപ്പള്ളി മാവേലിക്കര ഞങ്ങളുടെ അടുത്ത് തന്നെ, ഈ തൊട്ടടുത്ത് പോലും ഞങ്ങളെ ഒത്തിരി പ്രോഗ്രാം വിളിക്കാറുണ്ട്. അങ്ങനെ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരംഭിച്ചത് ബ്രെയിൽ ലിപിയിൽ, എനിക്കൊക്കെ അറിയാം, ഞങ്ങൾ വായിക്കുന്ന എഴുതുന്ന ലിപിയിൽ, ബ്രെയിൽ ലിപിയിൽ എൻ്റെ അനുഭവ സാക്ഷ്യവും സുവിശേഷ
ലഘുലേഖകളും തയ്യാറാക്കി അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഞാൻ ആദ്യമേ ചെയ്തത്. അതിൻ്റെ പേരാണ് ബ്ലസ് ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ്. ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ്. അപ്പോൾ അതാണ് ബ്ലസ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം ഞങ്ങൾ അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു വലിയ മിനിസ്ട്രി ആരംഭിച്ചു. പിന്നെ മെർക്കുറി മിനിസ്ട്രി പ്രസംഗങ്ങളെ, ക്ലാസ്, കൺവെൻഷൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ മ്യൂസിക് മിനിസ്ട്രി മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കുക. കാരണം എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയാനുള്ള താല്പര്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ ചെറിയൊരു മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കാര്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പലവിധമായ സാങ്കേതിക തടസ്സങ്ങൾ, എനിക്ക് അസുഖം, അതുപോലെ സാമ്പത്തിക പരിമിതി, പിന്നെ പ്രോഗ്രാമൊക്കെ കുറഞ്ഞു വരികയാണല്ലോ എല്ലായിടത്തും. അത് തന്നെയല്ല, ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന പള്ളികളില്ല. അപ്പോൾ അച്ഛന്മാർ പറയും, സാറേ നിങ്ങളുടെ പ്രോഗ്രാം നല്ലതാണ്, വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പാട്ടുകളൊക്കെ ആയിരുന്നു, പക്ഷേ നിങ്ങൾക്ക് പ്രോഗ്രാം തന്നു കഴിയുമ്പോൾ 10 പേര് ഞങ്ങളുടെ സഭയിൽ നിന്ന് മാറുന്നുണ്ട്, മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വിശ്വാസികൾക്ക് എപ്പോഴും അതിനൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പം നമ്മളെല്ലാവരും പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. അതിൻ്റെ കാര്യം ഞാനൊരു ഹൈന്ദവനായിരുന്നു, കൃപയാലിപ്പ് യേശുവിൻ്റെ മകനായി തീർന്നു, കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചു വരുന്നു. ചുരുക്കമായ എൻ്റെ സാക്ഷ്യം പറയാനുള്ള സമയമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സമയം ഇനി അനുവദിക്കുന്ന പക്ഷം ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാർ. നിങ്ങളിപ്പോൾ എന്നെ സൂമിലൂടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ജനിച്ചപ്പോൾ, വളർന്നപ്പോൾ, പഠിച്ചപ്പോൾ കാഴ്ചയുള്ളവനായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് വാനിൽ പറക്കുന്ന പറവജാതികളെ, സസ്യലതാദികളെ, സൂര്യചന്ദ്രാദികളെ, നക്ഷത്രങ്ങളെ, മെർക്കുറി ലൈറ്റും മെഴുകുതിരി ലൈറ്റും ഒക്കെ മെഴുകുതിരിയുടെ പ്രകാശവും മെർക്കുറി പ്രകാശവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള എൻ്റെ അച്ഛൻ ആദ്യമേ MSPയിലായിരുന്നു, മലബാർ സ്പെഷ്യൽ പോലീസിൽ. അതിനുശേഷം മൈസൂർ ഇറിഗേഷനിലേക്ക് ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോയി, അവിടെ ജോലിയായിരുന്നു. അതിനുശേഷം ഹൈറേഞ്ചിൽ ടി എസ്റ്റേറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് വന്നു. ഞങ്ങൾ മാവേലിക്കര സ്വദേശികളാണ്. ഞങ്ങളങ്ങനെ ഹൈറേഞ്ചിലേക്ക് പോയി. അവിടെ ചെന്ന് വളരെ അധികം സമ്പത്ത്, സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടി വളരെ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, ക്ഷേമത്തോടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനവധി ഇടങ്ങളിൽ വസ്തുവകകളുണ്ട്, പലയിടത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിടത്ത് ഞങ്ങൾ സ്ഥലം നോക്കാനായിട്ട് പോയി. പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ പോയി. ആദ്യം അവരുടെ മുമ്പിലോടും പിന്നെ അവരുടെ പിൻപിലോടും അങ്ങനെയൊക്കെ നടന്ന അവസാനത്തെ കാഴ്ചകൾ കണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ വലിയ ഉത്സവം പോലെയായിരുന്നു. അവിടെ ഓരോരുത്തർ ഓരോ വർക്കുകൾ ചെയ്യുകയായിരുന്നു. കപ്പ പറിച്ചു കൂട്ടി വാട്ടാൻ ശ്രമിക്കുന്നു, ഏലക്ക പറിക്കുന്നു, അതുപോലെ നെല്ല് കൊയ്ത് വെളുക്കുന്നു, ഇഞ്ചി പറിച്ചു കൂട്ടുന്നു. അങ്ങനെയൊക്കെ വലിയൊരു ഉത്സവം പോലെയായിരുന്നു അവിടെ സ്ഥലത്ത്. അവിടെ അച്ഛനോട് ആരൊക്കെയോ സഹോദരന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നു, അമ്മയോടും അവിടെ വന്ന സഹോദരിമാരാരൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കൊച്ചുകുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് കളിക്കാൻ പോകാൻ പറഞ്ഞു, അവിടുത്തെ ഭാഷ പറമ്പിൽ പോകാം കളിക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവരുടെ കൂടെ പോയി. എൻ്റെ കയ്യിൽ ഒരു കൊടി കിട്ടി, അത് ഉയർത്തിപ്പിടിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, അവരെല്ലാതെ ഏറ്റുപാടി. അപ്പം അങ്ങനെ ഓടിച്ചാടി കളിച്ച്, തുമ്പിയെ പിടിച്ച്, ഒരുതരം ജീവിയുണ്ട്, അതിനൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം ഓരോ ചെറിയ മരത്തിൽ കയറി ഇങ്ങനെ കൈ തൂങ്ങിക്കിടന്ന് ഊഞ്ഞാലാടുന്ന പോലെ ആടി. അപ്പം ഞാനും ഒരു ചെറിയ പേരമരത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടി കുത്തിമറിഞ്ഞ്. ആ സമയത്ത് ആ പേരമരത്തിൻ്റെ കമ്പ് ഒടിഞ്ഞ് തെളുത്ത് വീണു. ഞാൻ അന്നേരം ചെറുതായിട്ടൊന്ന് വീണതായിട്ട് ഓർക്കുന്നുണ്ട്. 7 വയസ്സേ ഉള്ളെങ്കിലും അത്യാവശ്യം നല്ല നീളവും വണ്ണമൊക്കെ അന്നുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുമായിരുന്നു. അങ്ങനെ ഒന്ന് വീണതാണ്. പിന്നെ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൂടെയുള്ള കുട്ടികൾ എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്നെ എങ്ങനെയാണോ അമ്മയുടെ അടുത്ത് എത്തിച്ചു. അമ്മ എനിക്ക് കുടിക്കാനകത്ത് എന്തോ പാത്രത്തിൽ വെള്ളം തരുമൊക്കെ ചെയ്തപ്പോൾ ഞാൻ തട്ടിമറിച്ച് കളഞ്ഞു. അങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് കാഴ്ചയില്ലാതെ മനസ്സിലായത്. ആദ്യം അവർ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അനവധി ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ വേണ്ടത്ര സൗകര്യമില്ലാന്ന് പറഞ്ഞവിടെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. തിരുവനന്തപുരത്ത് ചെന്നപ്പം അവിടെയും വേണ്ടത്ര സൗകര്യമില്ലാന്ന് പറഞ്ഞ് അവരെന്നെ ഇന്നത്തെ നമ്മുടെ കാട്ട്പാടി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു.
അനവധിയായ ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. അവര് ഞങ്ങളുടെ സ്ഥലമൊക്കെ വിറ്റ് ആളുകൾ പൈസ കൊണ്ടുതരും, അയച്ചു തരും. ഞങ്ങൾ അവിടെ പുറത്ത് മുറിയെടുത്ത് താമസിക്കുക. ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി, അത്യാവശ്യ സഹായികളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഓരോ ഡോക്ടർമാർ 15 ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ എന്നെ പരിശോധിക്കും. അങ്ങനെ ഒത്തിരി ഡോക്ടർമാർ പരിശോധിച്ചു. അമേരിക്കയിലുള്ളവര്, കാനഡയിലുള്ള വിദഗ്ധരായ ഡോക്ടർ മോഡി, എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും പേര്. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. അങ്ങനെ ഒത്തിരി ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. US-ലുള്ളവർ, UK-ലുള്ളവർ, ജർമ്മനിയിലുള്ളവർ, അനവധി ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. അവസാനം ഡോക്ടർമാർ എല്ലാം ഒന്നിച്ച് കൂടിയിട്ട് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്ക് കാഴ്ച കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഒരു വിശദീകരണം കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് വരുന്ന ഒപ്റ്റിക്കൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവുണ്ട്. ആ നെർവിലൂടെ പ്രകാശത്തിന്റെ ഘട്ടങ്ങൾ വസ്തു പതിച്ച ശേഷം അതിന്റെ റിഫ്ലക്ഷൻ ആക്ഷൻ കണ്ണിലെത്തിയ ശേഷം തലച്ചോറിലേക്ക് എത്തും. എന്നിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിന്റെ സന്ദേശം കൈമാറും. അങ്ങനെ 5-6 പ്രക്രിയ കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എന്ന് ഒറ്റ വാക്കിൽ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സിമ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പാനിക്കൊക്കെ അതറിയാം. ടോട്ടലി ആബ്സെൻസ് ഓഫ് സൈറ്റ്, പാർഷ്യലി സൈറ്റ്ലെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്, 6/60, 20/200 എന്നൊക്കെ പറഞ്ഞ മൈൽഡായിട്ട് ഒത്തിരി കേസസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ചത് ടോട്ടലി ആബ്സെൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ പ്രായപൂർത്തിയായി വരുമ്പോൾ ഒരു ഓപ്പറേഷൻ കൊണ്ട് നേരെയായെന്ന് വരാം. ഇപ്പോൾ മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കളെ നിരാശരായി വലിയൊരു ഹോസ്പിറ്റലിലെ അധികാരികൾ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവർ നിരാശരായില്ല. അനവധി ഡോക്ടർമാരെയും വൈദ്യന്മാരെയും ഒക്കെ പിന്നെയും അവരെൻ്റെ കണ്ണ് കാണിച്ച് പരിശോധിപ്പിച്ചു. അവിടെ ഒന്നും രക്ഷപ്പെട്ടില്ല. പിന്നെ എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഞാനൊരു യഥാർത്ഥ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പോൾ അത് അന്നത്തെ വിശ്വാസം അനുസരിച്ച് എൻ്റെ അച്ഛനൊരു പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ആളാണ്. വലിയ ഈശ്വരന് വിശ്വാസം ഉണ്ടെങ്കിലും അമ്പലത്തിലോ പള്ളി അങ്ങനെയൊന്നും പോവില്ല. പക്ഷേ അച്ഛന് ഈ ബൈബിൾ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് മൈസൂരിൽ വെച്ചൊരു സായിപ്പ് കൊടുത്തതാണ്. ഇംഗ്ലീഷും മലയാളമൊക്കെ വായിക്കുമായിരുന്നു. അപ്പം എൻ്റെ സാംസൊക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നല്ലാതെ എനിക്ക് യാതൊരു തരത്തിലും ക്രിസ്ത്യനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും അനവധി ക്ഷേത്രങ്ങളിൽ എന്നെ കൊണ്ടുപോയി നേർച്ച കാഴ്ചകൾ വെച്ചു. തുലാഭാരം തൂക്കുക, അതുപോലെ മറ്റൊത്തിരി നേർച്ച കാഴ്ചകൾ ഒക്കെ ചെയ്യും. പിടിപ്പണം വരയ്ക്കുക, പൊന്നുകൊണ്ട് 6 രൂപം വെക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അവിടെ ഒന്നും രക്ഷപ്പെട്ടില്ല. ഒരു ദിവസം തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ 5 മണിക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ നടക്കി വെച്ചു. അത് തന്നെ എറണാകുളം വല്ലാർപാടം കായലിന്റെ നടുവിലൊരു പള്ളിയുണ്ട്, അവിടെ എന്നെ അടിമ വെച്ചു. അതിനുശേഷം അന്ന് തന്നെ കരിങ്ങാച്ചറ ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് തന്നെ ഒരു പള്ളിയിൽ കൊണ്ടുവന്ന എന്നെ ഒരു ഔഷധം കഴിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം തന്നെ ഞാൻ ഓർക്കുന്ന കാര്യമാണ് 3 സംഭവങ്ങൾ. അവനെ എത്രയോ ക്ഷേത്രങ്ങളിൽ, എത്രയോ ദേവാലയങ്ങളിൽ, എത്രയോ മോസ്കുകളിലൊക്കെ കൊണ്ടുപോയി കാഴ്ച പ്രാപിക്കാൻ വേണ്ടി. അവിടെ ഒന്നും എനിക്ക് കാഴ്ച ലഭിച്ചില്ല. അങ്ങനെ എൻ്റെ മാതാപിതാക്കളുടെ നിരാശ, എൻ്റെ പഠനം നഷ്ടപ്പെട്ട്, ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. എൻ്റെ പഠനമൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിലായിരിക്കുന്നു. ഈ സമയത്ത് ഒരു ദിവസം സന്ധ്യാനാമം കഴിഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വാതിൽപ്പടിയിൽ തെറ്റി ഒന്ന് വീണതാ, ചെറുതായിട്ട് വീണു. പക്ഷെ ആ വീണ് കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞാണ് അമ്മ എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. ഒരേ കിടപ്പിലായിരുന്നു. ഇടതേ കൈയും കാലും പാരലൈസായി പോയി. പൂർണ്ണമായി തളർന്നു പോയിട്ട് അങ്ങനെ കിടന്നു. എനിക്ക് കാഴ്ചയില്ല. അമ്മ എങ്ങനെയായി? ചേച്ചി പ്രായമായിരുന്നു. അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വസ്തുവകളെല്ലാം എൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി, അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒന്നുമില്ലാത്തവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് വരെ വന്നു. മറ്റൊരാളുടെ സ്ഥലത്തേക്ക് താമസിക്കുന്നതിന് വേണ്ടി പോകേണ്ടി വന്നു. അത്രമാത്രം ചില നാളുകൾ കൊണ്ട് തന്നെ മുഴുവൻ നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് കാഴ്ച പോയ ശേഷം ഞാൻ ഒരിക്കലും ആരോട് സംസാരിക്കാനോ, എൻ്റെ അച്ഛനോ അമ്മയോ ചേച്ചി മാത്രമല്ലാതെ ആരോടും സംസാരിക്കില്ല. ആരുടെയും മുഖത്ത് നോക്കാറില്ല. മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കുനിഞ്ഞൊറ്റ ഇരിപ്പായിരിക്കും. അങ്ങനെ വളരെ നാളുകളായപ്പോൾ ഏതാണ്ടൊരു
എല്ലാം പറഞ്ഞ് സമയം എടുക്കുന്നില്ല. എന്തായാലും ഒരു ദിവസം എൻ്റെ അച്ഛനെ ആരോ വന്ന്, കമ്പനിക്കാരാണോ ഈ കോപ്പ് കോൺട്രാക്ടർ ആരോ വന്ന് അച്ഛനെ വണ്ടി കൊണ്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയി. എന്തോ എസ്റ്റിമേറ്റ് എടുക്കാനോ കാര്യങ്ങൾ ചെയ്യാനാണ് വിളിച്ചുകൊണ്ട് പോയത്. അവർ പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും അച്ഛൻ വന്നില്ല. അച്ഛൻ ദൂരെ നിന്ന് വരുമ്പോൾ ചേച്ചിയോട് എൻ്റെ ഇളയ പെങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ട് അടുത്ത് വന്നിട്ട് അവസാനം വന്ന് എന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് എന്നോട് കാര്യങ്ങൾ ചോദിക്കും. അന്ന് ചേച്ചിയോടും അനിയത്തിയോടും ഒന്നും മിണ്ടാതെ വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് എൻ്റെ കയ്യിലെന്തോ എഴുതി കാണിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛനെ ഇംഗ്ലീഷ്, സാംസ്ക്രിറ്റ്, കന്നഡം എല്ലാ ഭാഷയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളാണ്. പക്ഷെ ഒന്നും മിണ്ടാതെ എൻ്റെ കയ്യിൽ വന്ന് എഴുതി കാണിച്ചതിൻ്റെ അർത്ഥം പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി, പ്രഷർ കൂടിപ്പോയി, വേണ്ട പോലെ ഓർമ്മയില്ലാതെ പോലെ ആയിപ്പോയി. പെട്ടെന്നാണ് അമ്മ തളർന്നു കിടക്കുന്നു, എൻ്റെ കാഴ്ച പോയി, അച്ഛൻ ഈ രീതിയിലായിപ്പോയി. പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ചേച്ചി അന്നേരം മാമന്മാർക്ക് കത്തെഴുതി. അവർ രണ്ടുപേരും പട്ടാളത്തിലാണ്, ഒരാൾ കൃഷിക്കാരനാണ്. അപ്പം ആ മാമന്മാർക്ക് കത്തെഴുതിയപ്പോൾ അവരെല്ലാം കൂടെ അവധി കിട്ടിയ സമയത്ത് കുടുംബമായിട്ട് അവരെല്ലാം വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ ശോകമായ ഈ അവസ്ഥ, എനിക്ക് കാഴ്ചയില്ലാതിരിക്കുന്നു, അമ്മ രോഗിയായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്കെല്ലാം പരിതാപകരമായി വലിയ വിഷമം തോന്നി. അവരൊക്കെ വരുമ്പോൾ വലിയ ഉത്സവം പോലെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വലിയ ഉത്സവം പോലത്തെ ആഘോഷം നടക്കുന്ന ഒരു വീടായിരുന്നു. പക്ഷെ അന്ന് അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു തീരുമാനമെടുത്തു, ചികിത്സാർത്ഥം അമ്മയെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. മൂത്തമ്മാവൻ എൻ്റെ മൂത്ത ചേച്ചിയെ ഇളയ അമ്മാവൻ കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. എൻ്റെ നേരെ ഇളയ പെങ്ങളെ ഒരു കൊച്ചമ്മ കൊണ്ടുപോകാനായിട്ട് തയ്യാറായി. അങ്ങനെ എല്ലാവരും ഓരോരുത്തർ പങ്ക് വെച്ചുകൊണ്ട് പോയപ്പോൾ എന്നെ മാത്രം കൊണ്ടുപോകാൻ ആർക്കും കഴിഞ്ഞില്ല. അമ്മാവന്മാരൊക്കെ നല്ല ഉയർന്ന നിലയിൽ ജീവിക്കുന്നുള്ളവരാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഏത് കുലശ്രേഷ്ഠരായാലും വിദ്യാഭ്യാസമുള്ളവരായാലും ഉദ്യോഗസ്ഥന്മാരായാലും വിദ്യാസമ്പന്നരായാലും കാഴ്ചയില്ലാതെ അംഗവൈകല്യമുള്ള ഒരാളെ ജനിച്ചാൽ സാധാരണ നിലയിൽ സാമാന്യ നിലയിൽ അവരെ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാമൂഹിക വ്യവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പക്ഷെ അവർ പറഞ്ഞു, അടുത്ത ദിവസം വന്ന് എന്നെ ആലുവ ബ്ലൈൻഡ് സ്കൂളിലോ അല്ലെങ്കിൽ വേറെ കോട്ടയത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബോർഡിംഗ് സ്കൂളിലോ കൊണ്ട് ചേർക്കാം, ഇപ്പം നീ തൽക്കാലം ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മയും ചേച്ചിയും ഒക്കെ അവർ നാട്ടിലേക്ക് പോയി. ഓർമ്മ വേണ്ട പോലെ ഇല്ലാത്ത അച്ഛൻ്റെ അടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അച്ഛൻ ഓർമ്മ വരുമ്പോൾ എന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് വളരെ കിടിയിച്ചിട്ട് അടുത്ത വീട്ടിൽ കൊണ്ടുവരുത്തും, അയൽവാസിയുടെ വീട്ടിൽ. എൻ്റെ മകനെ നിങ്ങളൊരു 5 മിനിറ്റ് നോക്കണം, ഞാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോകും. പുറത്തേക്ക് അല്പം കുറച്ച് പോയി കഴിയുമ്പം മറന്നു പോകും. ഓർമ്മ വരുമ്പോൾ അടുത്ത പഞ്ചായത്തിലോ താലൂക്കിലോ ആയിരിക്കും. അപ്പോൾ എൻ്റെ മകനെ വിളിച്ച് എൻ്റെ പേര് വിളിച്ച് ഓടി വരുമ്പോൾ അടുത്ത് വരുമ്പോൾ പിന്നെയും മറന്നു പോകും. അപ്പോൾ അയൽവാസികൾ എന്നെ നോക്കുമായിരുന്നു, സംരക്ഷിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനോട് പറയും, സാർ ഞങ്ങൾ ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരാഴ്ചക്കാലം മുഴുവൻ ഈ കുട്ടിയെ നോക്കാം എന്നും പറഞ്ഞ് എന്നെ ഏറ്റെടുക്കും. അങ്ങനെ ഓരോ അയൽവാസിയുടെ വീട്ടിൽ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അവർ പറയും, ഞങ്ങൾ പാവപ്പെട്ടവരെ, ഞങ്ങൾക്ക് നിന്നെ നോക്കി സംരക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കും. എനിക്ക് ഒരു സ്ഥലത്തോട്ട്, എനിക്ക് അന്ന് 12 വയസ്സാണുള്ളത്. എൻ്റെ 7 വയസ്സിലാണ് ഈ തകർച്ച തുടങ്ങിയത്. അപ്പോൾ എത്രയോ നാളുകൊണ്ടാണ് മുഴുവൻ നശിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് മാറി മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം എന്നോട് ചോദിക്കും. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് അങ്ങോട്ട് ചലിക്കാൻ പറ്റത്തില്ലല്ലോ, എന്നെ ആരെങ്കിലും കൈക്ക് പിടിച്ചുകൊണ്ട് വേണം നടത്താനായി. അതന്നല്ലേ ഹൈ റേഞ്ചിലൊക്കെ ഒരു വീട് ഇവിടെ ആണെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും മറ്റൊരു വീട്, വളരെ മോശമായ വഴിപാതയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് നിന്ന് പോകാനൊന്നും പറ്റില്ല. അപ്പൊ അവരിനോട് ചോദിക്കും, നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് മാറ്റി. അങ്ങനെ എന്തിനേറെ ഞാൻ ഒറ്റ നിമിഷത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും അച്ഛന്മാരുടെ പാസനയിലും കന്യാസ്ത്രീകളുടെ കോൺവെന്റിലൊക്കെ ഞാൻ താമസിച്ച നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു അയൽവാസി ചേട്ടൻ എന്നോട് പറഞ്ഞു, മോൻ എൻ്റെ കൂടെ പോരെ, ജീവിതകാലം എൻ്റെ കൂടെ താമസിക്കാന്ന് പറഞ്ഞ് എൻ്റെ കൈ കൂടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു മീൻ കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഏലത്തോട്ട തൊഴിലാളിയാണ്, അവൾ ജോലിക്ക് പോകും, നീ തന്നെ ഇരിക്കേണ്ടി വരും വീട്ടിൽ പകല് മുഴുവൻ.
അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നെ അവിടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞ് അവര് വീട്ടിൽ പോയി. ഞാനെന്തോ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ കുഴിയിലേക്ക് വീണു. അവിടുത്തെ ആ അമ്മാമ വരുന്നവരെ ഒരു 4 മണി സമയം വരെ 10 മണിക്ക് വീണ് ഞാൻ 4 മണി വരെ ആ കുഴിയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പിന്നീട് കൈകൊണ്ട് വായിച്ചിട്ടുണ്ട്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ കുഴിയിൽ പോയി അങ്ങനെ ഒത്തിരി ഒറ്റപ്പെട്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്തുള്ള ചേച്ചിമാരോ അല്ലെങ്കിൽ കുട്ടികളോ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ വന്ന് എന്നെ കുളിക്കാൻ കൊണ്ടുപോകും. പെരിയാറ്റില് ആഴ്ച 2 ദിവസം 3 ദിവസം ഒക്കെയാണ് കുളിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ അച്ഛന് ഓർമ്മശക്തി ഇല്ല. ഓർമ്മ വരുമ്പോൾ ഓടി വരും, എന്നെ കുളിപ്പിക്കും, എല്ലാ കാര്യം ചെയ്യും. പിന്നെ ചിലപ്പോൾ മറന്നുപോകും. അപ്പൊ വേണ്ട പോലെ എന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചില അയൽവാസികളുടെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും ഒക്കെ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പൊ അവരെന്നെ ഇങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. ഒരു ദിവസം പെരിയാറിന്റെ നടുവിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒരു പാറപ്പുറത്ത് കയറ്റി എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞടാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, മാറിയാൽ നീ കയറ്റി വീണ് വെള്ളത്തിൽ പിന്നെ മരിച്ചു പോകും. നീ മരിച്ചു പോകുന്നതുകൊണ്ട് പാർന്ന് മാത്രമല്ല, പോലീസ് ഞങ്ങളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് നീ അനങ്ങാതെ അവിടെ ഇരിക്കണമെന്ന്. ഞങ്ങൾ കുളിച്ചിട്ട് നീന്തി കുളിച്ച ശേഷം വന്നിട്ട് നിന്നെ കുളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ നീന്തി കുളിച്ച ശേഷം അവരുടേതായ ഭവനങ്ങളിലേക്ക് പോയി. ഒരു സന്ധ്യാസമയത്ത് പെരിയാറിന്റെ നടുവിൽ ഒരു പാറപ്പുറത്ത് മഴയിൽ നനഞ്ഞ് ഇരുന്ന് കരഞ്ഞ നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. അത്രമാത്രം ഒറ്റപ്പെട്ട ആളാണ് ഞാൻ. സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് പലപ്പോഴും രാത്രി എപ്പോഴാണ് പകലെപ്പോഴാണ് ഉണ്ടാകുന്ന അറിയില്ല. മറ്റുള്ളവരുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അവർ തരുന്ന കാര്യങ്ങളിലെ കിടക്കുന്നൊക്കെ ചെയ്യുന്നത്. എനിക്ക് വേണ്ട പോലെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. എനിക്കൊരു സന്തോഷം വല്ലാത്ത ഒരവസ്ഥയാണ്. അത് അന്ന് അനുഭവിച്ച കാര്യം ഇന്ന് പറയാൻ എനിക്ക് ഓർക്കുന്ന പോലുമില്ല. കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമോ ഭാരമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ അന്ന് അനുഭവിച്ച അത് വലിയൊരു സംഭവമായിരുന്നു. അത് എങ്ങനെയാണ് കുറച്ച് നാളെയുള്ളിലും അത് അനുഭവിച്ച സാഹചര്യം ഭയങ്കര കഷ്ടമായിരുന്നു. രാത്രി എപ്പോഴാണ് ഉണ്ടാകുന്ന അറിയില്ല, പകൽ എപ്പോഴാണ് വരുന്നെന്ന് അറിയില്ല. കോഴി കൂകുന്ന ശബ്ദം കേട്ടു, പക്ഷികൾ ചിരയ്ക്കുന്ന ശബ്ദം കേട്ടു രാത്രിയും പകലും തിരിച്ചറിയുന്നത്. അങ്ങനെ ഉറങ്ങാറില്ല ഞാൻ. എൻ്റെ ചേച്ചി വരും, അമ്മ വരും, എന്നെ സ്കൂളിലെത്തിക്കും എന്നൊക്കെയാണ് എൻ്റെ വിചാരം. എന്തായാലും 1 മാസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ് ആരും വന്നില്ല. എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് തക്ക സമയത്ത് വായിച്ചു കേൾപ്പിക്കാൻ ആരുമില്ല, എന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ ആരുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ഒരു റോഡുണ്ട്, ചെറിയ വഴിയാണ്. ഒത്തിരി കുട്ടികൾ അതിലെയാണ് സ്കൂളിൽ പോകാൻ വരുന്നത്. അപ്പൊ കുട്ടികളെല്ലാം ആർത്ത് വിളിച്ച് ശബ്ദം ഉണ്ടാക്കി വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരും. അടുത്ത് വരുമ്പോൾ അവരാരും മിണ്ടാതിരിക്കും. നേരത്തേക്കാണ് ഞാൻ ചെല്ലാതെ അവർ സ്കൂളിൽ പോകില്ല, എന്നെ കൂട്ടിക്കേ പോവുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നിട്ട് എൻ്റെ പുറത്തും ശരീരത്തൊക്കെ വന്ന് കിരിണ്ടിട്ട് ദൂരെ മാറി ഇരുന്നിട്ട് അവർ പൊട്ടക്കണ്ണാന്ന് വിളിച്ചിട്ട് അവരെല്ലാം സ്കൂളിൽ, ഞാൻ മാത്രം അവിടെ ഇരിക്കും. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, എനിക്ക് 12 വയസ്സായി, ശരിയായിട്ടൊന്നും ചിന്തിക്കാനാവില്ല. അയൽവാസികൾ ചില ദിവസങ്ങളിൽ എന്നെ ഓർക്കും, ഉച്ചഭക്ഷണം കൊണ്ട് തരും. ചില സമയത്ത് ഒരു സ്റ്റൂളിൽ കയറ്റി വെച്ചിട്ട് പോവര്, എടാ എടുത്ത് കഴിച്ചോണെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തപ്പി ചെല്ലുമ്പോൾ തട്ടിക്കളയും, അറിയാതെ പോകുന്നത്. എന്നാലും അവർ പറയും നീ തട്ടിക്കളഞ്ഞല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അവർ സ്നേഹമുള്ളവരാ, എങ്കിലും അവരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഭയങ്കര മഴ ഇടിയൊക്കെ വരുമ്പോൾ എനിക്ക് തനിയായിരിക്കാൻ പേടിയാണ്. എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും പകൽ മുഴുവൻ. വൈകിട്ട് ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി എന്നെ കടത്തും. അങ്ങനെ എന്തായാലും അതേ ദിവസങ്ങളാകുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എന്തിനാ ജീവിക്കുന്നത്. ഒരു മരണത്തിന്റെ കഥ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞത് വലിയ കാര്യമാണ്. ഒരറ്റത്ത് കയറെ കെട്ടി കഴുത്തില്, പിന്നെ ഒരറ്റം മരത്തിൽ കെട്ടിയേക്കുന്നു. പക്ഷെ എങ്ങനെ മരിക്കാം? മരം എവിടെയാണ്, കയറെവിടെയാണ്, ആരാണ് കെട്ടിത്തൂക്കെന്ന് അറിയില്ലല്ലോ. എങ്ങനെ മരിക്കാൻ പറ്റും? അറിയില്ല. പുഴയിൽ ചാടി മരിക്കണമെങ്കിൽ പുഴ എവിടെയാണെന്ന് അറിയണം, വെള്ളം എവിടെയാണെന്ന് അറിയണം, ആരാണ് കൊണ്ട് പുഴയിൽ തട്ടുന്നത് അറിയില്ല. പിന്നെ ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിൽ ഇടിച്ചാണെന്ന് വെച്ചാൽ വണ്ടി അവിടെ കുറവാണ്, പിന്നെ ഡ്രൈവറിന്റെ കാഴ്ചയുണ്ട്, അപ്പൊ അതും നടക്കില്ല. അപ്പൊ ആത്മഹത്യ പോലും ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാതെയാണോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? ദൈവമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാശൊക്കെ നല്ല ശതമാനം ദൈവങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി. എവിടെയെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്, മൂകാംബി വരെ പോയിട്ടുള്ള ഞങ്ങള്. അപ്പോൾ എവിടെയെല്ലാം കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം കാശുകൾ ദൈവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവങ്ങൾ ഇന്നുമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വരില്ല, അച്ഛനിങ്ങനെ വരില്ല, എൻ്റെ കാഴ്ച പോവില്ല, ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവില്ല, ഒന്നുമില്ലാതെ വരില്ല എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു.
അപ്പൊ എൻ്റെ ചേച്ചി ഇരുന്ന് പാട്ട് പാടും. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, ദൈവങ്ങളെ വിളിക്കും. ദൈവങ്ങൾക്കൊന്നും കരയാനും ചിരിക്കാനും ചിന്തിക്കാനും നമ്മളെക്കുറിച്ച് വിചാരിക്കാനൊന്നും പറ്റുന്നില്ല, ദൈവങ്ങളില്ല എന്നൊക്കെ വിചാരിക്കും. ദൈവം ഉണ്ടായിരുന്ന ഈ അവസ്ഥയൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിക്കും. എന്തായാലും മരിക്കാൻ ആഗ്രഹിച്ചു. എനിക്കറിയാവുന്ന നിലയിൽ എൻ്റെ വീട്ടിൽ തന്നെ വെച്ച് ശരീരത്തെ ധന്യപ്പിച്ചും ഭക്ഷണം കഴിക്കാതെയും പട്ടിണി കിടന്നും മരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ഒരു വീട്ടിലും പോയി താമസിക്കുന്നില്ല, ഇനി വൈകിട്ട് ഒരു വീട്ടിലും പോകുന്നില്ല, എൻ്റെ വീട്ടിൽ തന്നെ കിടന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ തനിയെ ഇങ്ങനെ കിടന്നു, ഉറങ്ങിയില്ല. ആ അമ്മൂമ്മ കഥകളിലെ യക്ഷിയും പിശാചിനെ കുറിച്ചും ചെകുത്താനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓർത്തു. പേടി തോന്നിയില്ല, കാരണം മരിക്കാതിരിക്കുന്ന ആൾക്ക് പേടി തോന്നിയില്ല. ആദ്യമൊക്കെ വലിയ പേടി തോന്നി, പിന്നെ അങ്ങനെ എല്ലാം ചിന്തിച്ച് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവൻ ഇരുന്നു. പകലായിട്ടും ആരും വന്നില്ല, എന്നെ വിളിക്കാൻ ആരും വന്നില്ല, ആരൊക്കെ മറന്നുപോയി. അങ്ങനെ ഒരു 3 മണിയായി കഴിഞ്ഞ സമയത്ത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. എൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടന്ന് ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ എടുത്ത് കൈകൊണ്ട് താങ്ങി എടുത്തിട്ട് എന്നെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ചൂട് കണ്ണീര് ഇങ്ങനെ ഒഴുകുകയാണ്. ഒഴുകിയിട്ട് എൻ്റെ ശരീരത്തൊക്കെ വീഴുന്നുണ്ട്, വിങ്ങി വിങ്ങി പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് കാഴ്ചയില്ലാത്ത ഞങ്ങളൊക്കെ ആരുടെയെങ്കിലും രാത്രി വന്നങ്ങനെ, നിങ്ങൾ പോലും ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങനെ വന്ന് നിങ്ങളെ ആരെങ്കിലും അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. എന്തായിരിക്കും അനുഭവം? ഒരു പേടി പോലെ തോന്നും ആദ്യമേ. ഏതെങ്കിലും അമ്മമ്മ കഥകളിൽ യക്ഷിയോ പിശാചോ ചെയ്ത്താനോ ഏതെങ്കിലും ഭ്രാന്തനാണോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ അച്ഛനുള്ളത് മാത്രം മനസ്സിലായി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാണ് ആളുകളെ തിരിച്ചറിയുന്നത്. സൗണ്ടാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആ ശബ്ദം എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ അയൽവാസിയായ ഒരു പ്രിയപ്പെട്ട അച്ചായൻ എൻ്റെ പേര് വിളിച്ചു. അച്ചായൻ എന്നോട് ആദ്യമേ പറഞ്ഞത്, മോനെ, ഞാൻ സമൂഹം വെറുക്കുന്ന, സഭ വെറുക്കുന്ന, കുടുംബം വെറുക്കുന്ന, കുലം വെറുക്കുന്ന ആളല്ല, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഒരു സത്യസുവിശേഷ പ്രസംഗികനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ദൈവനിഷേധിയായിട്ട് പള്ളിയിലൊന്നും പോകാതെ ഒക്കെ ജീവിച്ച ആളാണ്. ക്രിസ്ത്യനാണ്, യാക്കോക്കാരനായിരുന്നു. പക്ഷെ യേശുവിനെ കുറിച്ചോ അങ്ങനെയൊന്നും ഇല്ല. പുള്ളി ഒരു പ്രത്യേക വിശ്വാസം നയിച്ചിങ്ങനെ പോയ ആളാണ്. അപ്പം ആ അച്ചായനാണ് എന്നോട് പറഞ്ഞത്, മോനെ, ഞാനിന്ന് കുടുംബം മറക്കുന്ന, കുലം മറക്കുന്ന ആളല്ല, ഞാൻ യേശുവിൻ്റെ മകനായി തീർന്നു, സത്യസുവിശേഷ പ്രസംഗികനാണെന്ന് പറഞ്ഞു. എനിക്ക് സുവിശേഷവും അറിയത്തില്ല, സത്യപ്രസംഗിക അറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. ദൂരെ ഞാൻ പറഞ്ഞില്ലേ, അവിടെയൊക്കെ അടുത്ത് 2 വീടുണ്ട്. അവിടെ ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കും, അവർ പ്രാർത്ഥിക്കാൻ നേരത്ത് പാട്ട് കേൾക്കും. പിന്നെ ഒരു CSI പള്ളിയുണ്ട്, അവിടുത്തെ ദൂരെ നിന്ന് മൈക്കിലൂടെ ഇങ്ങനെ പാട്ട് കേൾക്കും. പിന്നെ അച്ഛൻ ഈ സാംസൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു നേരത്തെ. അത് കേൾക്കുകയല്ലാതെ എനിക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഹു ഈസ് ക്രൈസ്റ്റ്, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഈ അച്ചായൻ വന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത്. അച്ചായന്റെ ശബ്ദം കേട്ടു, എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നെ കട്ടിലെ പിടിച്ചിരിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇത്, ഈ കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. മോനെ, കർത്താവ് ലോകത്തിലായിരുന്നപ്പം അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, ചീടന്മാർക്ക് കേൾവി കൊടുത്തിട്ടുണ്ട്, മുടന്തന്മാരായുള്ളവരെ നടത്തുമാറാക്കിയിട്ടുണ്ട്, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ശത്രുക്കൾക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ചു. അന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാമം ചൊല്ലുന്നത് ദുഷ്ടരെ നിഗ്രഹിക്കുക, ഇഷ്ടരെ തോഴരാക്കുക എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ, അവർക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ചു, തന്നെപ്പോലെ തന്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. യേശുവിന്റെ സുവിശേഷം രക്ഷയെക്കുറിച്ചും ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചൊക്കെ അനവധി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ കർത്താവ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി താണ ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി രക്തം ഊറ്റി, നമുക്ക് വേണ്ടി ജീവൻ വെച്ചു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ യേശു വീണ്ടും വരും. ആ യേശു വീണ്ടും വരുമ്പോൾ നിനക്കിവിടെ കാഴ്ചയില്ലാതെ, ബാഹ്യനേത്രങ്ങളിൽ കാഴ്ചയില്ലാതെ തപ്പിത്തറയുന്ന ജീവിതമല്ല, നമുക്കൊരു നിത്യജീവനുള്ളതൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നു, വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഇനി ഒരു വീട്ടിലും
ഞാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനം എൻ്റെയാണല്ലോ. ഞാൻ തീരുമാനിച്ചു വെച്ചേക്കാം, ഇനി ഒരു ആരുടെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല. എനിക്കറിയാവുന്ന ശരീരത്തെ ദണ്ഡിപ്പിച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാതെ കിടന്ന് മരിക്കണമെന്ന് മാത്രമാണ്. എന്നെക്കുറിച്ച് ഓർക്കാൻ ആരുമില്ല. കാരണം അമ്മ ഒരു നാട്ടിൽ, ചേച്ചി മറ്റൊരു നാട്ടിൽ, അച്ഛന് സ്ഥലത്തുണ്ടെങ്കിലും പലപ്പോഴും വീട്ടിൽ വരുന്നില്ല, പലപ്പോഴും ഓർക്കാതിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ആരുമില്ലല്ലോ. എന്നെ സ്കൂളിലെത്തിക്കുക, ബോർഡിംഗ് സ്കൂളിലെത്തിക്കുക, പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞവരെല്ലാം മറന്നുപോയല്ലോ. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നുകൊണ്ട് ഞാൻ എങ്ങും വരുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ ഇന്ന് കൊണ്ടുപോയാൽ ഇന്ന് കൊണ്ടുപോകും, ഭക്ഷണം തരും, നാളെ രാവിലെ എന്നെ ഇതേ വീട്ടിൽ കൊണ്ട് എന്നെ വിടും, അത്രയല്ലേ അച്ഛന് പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എനിക്ക് പറ്റുള്ളൂ, ഞാൻ ഇന്ന് എന്നെ വീട്ടിൽ കൊണ്ടുപോകും, ഭക്ഷണം തരും, ഉറങ്ങാനുള്ള സംവിധാനം ചെയ്തു തരും, നാളെ രാവിലെ നിന്റെ കൈക്ക് പിടിച്ചോണ്ട് ഇവിടെ തന്നെ കൊണ്ടുവിടും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ഈശ്വരി എനിക്കറിയാം. പെട്ടെന്നുള്ള മറന്നാലും മറക്കാത്തൊരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ നീ അറിയുമ്പോൾ പൂർണ്ണമായി സമാധാനം പ്രാപിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ എന്നെ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു സന്ധ്യാസമയത്ത് ഒത്തിരി ആളുകളില്ല, അവരുടെ ഭവനക്കാര്, അപ്പച്ചനെ, അമ്മച്ചി, അവരുടെ സഹോദരിമാര്, സഹോദരന്മാര്, മറ്റാരോ ചില ബന്ധുക്കളുണ്ട്, അവരെല്ലാം പാട്ടുപാടി ഹല്ലേലൂയ വിളിച്ച് പാടുന്നു. ഒരു വള്ളി നിക്കറും ഒരു മുറിക്കയ്യൻ ഷർട്ടും ഒക്കെ ഇട്ട് ഞാൻ അവരുടെ നടുവിലിരുന്നു, തല കുമ്പിട്ടിരുന്നു. കാരണം എനിക്കെന്നും സംസാരിക്കാനോ പറയാനോ ഒക്കെ പേടിയോ ഭയോ എന്തൊക്കെയാണ് അനുഭവം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരമായിരുന്നു എനിക്കത്. അവരെല്ലാം കൈയടിച്ചു, ഹല്ലേലൂയ പറയുന്നു, ആരാധിക്കുന്നു. എനിക്കൊന്നും കഴിയുന്നില്ല. ഞാൻ ചിന്തിച്ചു, ഇവർക്ക് എങ്ങനെ കഴിയുന്നു? ഇവർ പറയുന്നതൊക്കെ സത്യമാണ്, എന്താണെന്നൊക്കെ മനസ്സിലായില്ല. അവസാനം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയ അച്ചായൻ തന്നെ ഒരു വാക്യം വായിച്ച് പ്രസംഗിക്കുന്നു. ആ വാക്യം ഇതാണ്, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യമാണ്. ഞാനത് പിന്നീട് കൈകൊണ്ട് ബ്രെയിലിൽ വായിച്ചിട്ടുണ്ട്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. യെരൂശലേമിനോട് ബന്ധപ്പെട്ട ഒരു പ്രവചനവാക്യമാണിത്. പക്ഷെ ഈ വാക്യം നമുക്ക് ഈ ബൈബിളിന്റെ മാത്രം കാര്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ പുസ്തകങ്ങളും അന്നുണ്ടായിരുന്നു, ഇപ്പോഴും എനിക്ക് അത്യാവശ്യ പുസ്തകങ്ങളുണ്ട്. അപ്പോ ഹൈന്ദവരുടെ വേദപ്രമാണം എന്ന് പറയുന്നത് ഗീതയോ രാമായണമോ ഭാഗവതമോ ഒന്നുമല്ല, ഉപനിഷത്തുകള്, വേദങ്ങളൊക്കെയാണ്. അപ്പൊ വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഉപനിഷത്തുകള്, പുരാണങ്ങൾ ഒക്കെ ഉണ്ട്. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണം എന്നൊക്കെ പറഞ്ഞ സംഗതിയാണ്. അപ്പോ അവിടെ ഒന്നും പറയാത്തൊരു കാര്യമാണ് ഇവിടെ അച്ചായൻ പറയുന്ന കാര്യങ്ങൾ എന്നെനിക്ക് ചിന്തിച്ചു. അവിടെയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ദൈവങ്ങൾ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒക്കെ രക്തം കണ്ട് ദൈവങ്ങൾ സന്തോഷിക്കുമ്പം ഇവിടെ സ്വന്തം രക്തം നൽകി മനുഷ്യനെ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവോ? ഇപ്പോ എൻ്റെ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പേ, അല്ലെ അച്ഛൻ്റെ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ പാവപരിഹാരാർത്ഥം ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ അത് എങ്ങനെ യുക്തിക്കും ചിന്തയ്ക്ക് ന്യായത്തിലൊക്കെ എങ്ങനെ വിധേയമാകും, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രമാത്രം ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ അതൊരു സത്യമാണെന്ന് എന്നോട് പറഞ്ഞു. നമുക്ക് വേണ്ടി യേശു താണലോകത്തിൽ വന്ന വേഷത്തിൽ മനുഷ്യരായി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആ യേശു വീണ്ടും വരുമ്പോൾ നിന്റെ കണ്ണ് തുറന്നു വിടും, നിനക്ക് ആ അനുഭവം ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പിന്നെയും അവർ രാത്രി ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരെല്ലാം എന്നോട് യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, അപ്പച്ചൻ, അമ്മച്ചി, അവിടുത്തെ സഹോദരന്മാരെല്ലാം വളരെ സ്നേഹത്തോടെ എന്നോട് ഒത്തിരി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ സംസാരിക്കുന്ന വാക്കുകൾ നിർത്താൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, എന്നെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല, കാര്യം സത്യമാണ്, എന്നെ കൊണ്ട് നഷ്ടമല്ലാതെ ഒരിക്കലും അവർക്കൊരു ലാഭമില്ല, എന്നിട്ടും ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്താണ്? അപ്പൊ ഇദ്ദേഹം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഞാൻ അന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല, ദൈവനിഷേധിയായിട്ട് ഒക്കെ നടന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നടന്ന് പള്ളിയിലും പോകില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒത്തിരി സംഭവിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പണ്ടത് പറയുമായിരുന്നു, അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അവിടെ നിന്നാണ് എനിക്ക് വ്യത്യാസം ദൈവം തന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഈ സ്നേഹിച്ച യേശു എത്ര സ്നേഹസമ്പന്നനായിരിക്കും എന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു. എന്നിട്ട്
ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ. അവരെന്നോട് വാക്കുകൾ പറയുന്നത് നിർത്താൻ വേണ്ടി പറഞ്ഞതാ. അവരെൻ്റെ തലയിൽ കൈവച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഒരു ശക്തി ഉണ്ടല്ലോ ഉള്ളിലേക്ക് വരുന്ന പോലെ തോന്നി. ഒരു കർണടിക്കുന്ന പോലെ ഞാൻ അറിയാതെ കുനിഞ്ഞിരുന്ന് ഞാൻ നേരെ നോക്കിയെന്ന് അവർ പറയുന്നത്. എൻ്റെ മുഖത്തൊരു വലിയ പ്രകാശം വന്നു എന്നാ പറയുന്നത് അവര്. അങ്ങനെ ആ സമയത്ത് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി അവർ പറയുന്നേക്കാൾ വലിയ ശക്തിയായിരിക്കാം, സത്യമായിരിക്കും യേശു എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിന് മുമ്പത്തെ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ഓർമ്മശക്തിയില്ലാതെ രോഗിയായി അവിടെയൊക്കെ അലഞ്ഞ് നടക്കുന്നുണ്ട്. അമ്മ ദൂരെ എവിടെയോ ഹോസ്പിറ്റലിൽ ചേച്ചിയോടടുത്ത്, ഇളയ പെങ്ങളും മറ്റൊരിടത്ത്. ഞാൻ മാത്രം ഹൈറേഞ്ചിലെ വീട്ടിൽ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു. അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ സഹായത്തിൽ അവരുടെയൊക്കെ സ്നേഹത്തിലൊക്കെ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയൊക്കെ അങ്ങനെ ജീവിക്കുന്നു. ഈ സമയത്ത് സമാധാനവും സന്തോഷവും ഉറക്കമില്ലായ്മയും ഒക്കെ വരും. പക്ഷേ അന്ന് രാത്രിയിൽ അവരുടെ വീട്ടിൽ പോയി താമസിച്ച രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അന്ന് പ്രഭാതമായപ്പോൾ അവരുടെ ക്ലോക്കിൽ ബെല്ലടിച്ചു 5 മണി. ഞാൻ എഴുതിയിട്ട് ജീവിതത്തിൽ ആദ്യമായി പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് 3 കാര്യം 4 കാര്യം മാത്രം അറിയാവുള്ളൂ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഇത്രയും മാത്രം അറിയാവുള്ളൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ അങ്ങാണോ സാക്ഷാൽ ഈശ്വരൻ? ഇന്നലെ അവർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ സമാധാനം വരുന്ന പോലെ, ഒരു ശക്തി വരുന്ന പോലെ, എന്തോ ഒരു പ്രത്യാശ വരുന്ന പോലെ എനിക്ക് തോന്നി. അതെന്തെങ്കിലും അവർ പറഞ്ഞ് ഇമോഷണൽ ആക്കിയതാണോ, സത്യമാണോ? അങ്ങാണോ സാക്ഷാൽ ഈശ്വരൻ? അങ്ങയുടെ പേരാണോ യേശു, ഈശോ? അതുകൊണ്ട് അങ്ങനെ സത്യമാണെങ്കിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ട സൂര്യന്റെ വെളിച്ചം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. ഒത്തിരി പ്രാവശ്യമല്ല. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇനി ഒരിക്കലും എനിക്ക് കാഴ്ച കിട്ടില്ലെന്ന. എനിക്ക് വിശ്വാസം ഇല്ല. പക്ഷേ അങ്ങ് സാക്ഷാൽ ഈശ്വരനാണെങ്കിൽ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ട ആ പ്രകാശം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന, മനുഷ്യൻ ഇന്ന് വരെ ഞാൻ കേട്ട മനുഷ്യന്റെ ശബ്ദമല്ലാത്തൊരു വ്യത്യസ്തമായ ശബ്ദം എന്നെ കേൾപ്പിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമതൊരു പ്രാർത്ഥന, എൻ്റെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്ന് വലിയ കുഴപ്പമില്ലാത്ത സമയത്താണ് ഒരു ഹൈന്ദവയായ ചേച്ചി ഒരു പക്ഷിയെ കൊണ്ട് വന്ന് ചിത്രങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അവരുടെ ലക്ഷണം പറയുന്നു. അപ്പൊ എൻ്റെ ചേച്ചി ചോദിച്ചു, എൻ്റെ ഈ സഹോദരന് എന്താ പറയുന്നത്? ദൈവത്തോടും അല്ല മനുഷ്യനോടല്ല, പക്ഷിയോട് ചോദിക്കുക എന്താ പറയുന്നത്. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, പക്ഷി ഈ കുഞ്ഞിന്റെ ഭാവി പറയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പക്ഷി ഒരു ചിത്രം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഓർത്തിരിക്കും. ഏറ്റവും പ്രധാനമായ സംഭവങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ചില പ്രത്യേക സംഭവങ്ങൾ നമ്മൾ ചെറിയ പ്രായത്തിൽ കണ്ടത് ഓർത്തിരിക്കും. ഞാനും അതിപ്പോഴും ഓർക്കുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശിത രൂപമാണ് എനിക്ക് എന്നെ കാണിച്ചു തന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയോടും ചേച്ചിയോടും ആ സ്ത്രീ പറയുക, ഈ പൈതലിന്റെ ഇഷ്ടദേവത, ആരാധനാമൂർത്തി ഈശോ അഥവാ യേശുവ. നിങ്ങൾ ഈ കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട. അവന്റെ ഭാവി, പഠനം, വളർച്ച എല്ലാം ദൈവം നോക്കിക്കോളും. ഈശോ യേശു എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ആ പക്ഷിയെടുത്ത് കാണിച്ച ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്, യേശുവിന്റെ ക്രൂശിത രൂപം. ഞാൻ പറഞ്ഞു, കർത്താവേ, അതാരെങ്കിലും വരച്ചതാണോ, ചിത്രം എടുത്തതാണോ ഒന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ ആ ചെറിയ പ്രായത്തിൽ കണ്ട ആ യേശുവിൻ്റെ ക്രൂശിത രൂപം എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാർത്ഥനയാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്ന അറിയില്ല. പക്ഷേ വ്യത്യസ്തമായ തലത്തിൽ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള വിശ്വാസങ്ങളും അനുഭവങ്ങളും പ്രാപിച്ചവരാ. അല്ലെങ്കിൽ ഈ മാർഗത്തിലേക്ക് നമ്മൾ ഒരിക്കലും വരികയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന വളരെ ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ ഈ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ സൂര്യന്റെ വെളിച്ചം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. വ്യത്യസ്തമായ മനുഷ്യന്റെ ശബ്ദമല്ലാത്ത ദൈവശബ്ദം എന്നെ ഒരു പ്രാവശ്യം കേൾപ്പിക്കണം. അങ്ങയുടെ ക്രൂശിത രൂപം എന്നെ ഒരു പ്രാവശ്യം കാണിക്കണം. ഇങ്ങനെ 3ാമത്തെ പ്രാർത്ഥനയുടെ സമയത്ത് എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയത്തില്ല. 1000 സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കുന്ന വലിയ പ്രകാശം എന്നെ ചുറ്റി മിന്നിയിട്ട്, ഞാനാകുന്നു യേശു, ഞാൻ നിന്നെ സഹായിക്കും, സൂക്ഷിക്കും, പരിപാലിക്കും, നിന്നെ നടത്തും, നയിക്കും, മാത്രമല്ല നിന്നെ എൻ്റെ ദാസനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്ന അതുപോലെ അനവധി കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഉത്തേജിപ്പിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുക മാത്രമല്ല
യേശുവിൻ്റെ ക്രൂശിന്റെ രൂപം എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന അനുഭവം ഉണ്ടായിട്ട് അവരുടെ കട്ടിലിൽ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി ഡാൻസ് ചെയ്തെന്ന് അവർ പറയുന്നു. അന്യഭാഷ പറഞ്ഞെന്ന് പറയുന്നു. പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. അന്യഭാഷയെക്കുറിച്ച് കേട്ടിട്ടില്ല, പാട്ടിനെക്കുറിച്ച് അറിയത്തില്ല, ഭജനം കേട്ടിട്ടില്ല, ഒന്നുമില്ല. ആ വീട്ടുകാർ പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ സന്തോഷമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അത്യാവശ്യ വിദ്യാഭ്യാസം ദൈവം എനിക്ക് തന്നു. എന്നെ ഒരു കലാകാരനാക്കി മാറ്റി. ഒത്തിരി പ്രവർത്തനത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി ദൈവം. ഓൾ ഇന്ത്യ റേഡിയോയിലെ ARലെ സെക്കൻഡ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആകാൻ ദൈവം എന്നെ സഹായിച്ചു. ഓഡിനേഷൻ ട്രസ്റ്റ് നല്ല റാങ്കിലാണ് പാസ്സായത്. കുറച്ച് നാൾ അവർക്ക് വേണ്ടി ടെൻഡർ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തു. അതുപോലെ സാമൂഹികമായ ചില സംഘടനകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആത്മീയമായ ഒത്തിരി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ് അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ആ പ്രവർത്തനം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. അനവധി ആയിരങ്ങളോട് യേശുവിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞു. നൂറുകണക്കിന് കാഴ്ചയില്ലാത്തവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ അനവധി കാഴ്ചയില്ലാത്തവരെ എൻ്റെ സാക്ഷ്യം കേട്ട് ഞാൻ തന്നെ സുവിശേഷം പറഞ്ഞ ആളുകൾ കാഴ്ചയില്ലാത്തവരും അല്ലാത്തവരും ഒക്കെ ഇപ്പോൾ സുവിശേഷകന്മാരായി, പാസ്റ്റർമാരായി. ഇന്നലെ ഞാൻ സുവിശേഷം പറഞ്ഞു കൊടുത്ത ഒരു ദൈവദാസൻ, അദ്ദേഹം കാഴ്ചയില്ല, കോടതി ജോലി ചെയ്യായിരുന്നു, റിട്ടയർഡായി. ഇന്നേ അദ്ദേഹത്തെ കണ്ടു. ഒരു ടീച്ചറായ ഒരു കനീഷിനെ ഇങ്ങനെ ഞങ്ങളൊരു ഫംഗ്ഷൻ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നു. അവർ രണ്ടും സുവിശേഷ പ്രവർത്തകർ. അങ്ങനെ ഒത്തിരി സുവിശേഷരാക്കി മാറ്റാൻ, കാഴ്ചയില്ലാത്തവരെ കർത്താവിലേക്ക് നടത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആയിരങ്ങളോട് ലക്ഷങ്ങളോട് യേശുവിനെ കുറിച്ച് എൻ്റെ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചു. ഞാൻ പെട്ടെന്ന് പറയാം, ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയാനായിട്ട് സമയമെടുക്കുന്നതിൽ ഒറ്റ കാര്യം കൂടെ പറയാം. നമ്മുടെ ഏതാണ്ട് സമയം 6:10 ഇനി 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് കൊണ്ടുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മെസ്സേജ് ഒന്നും പറയാൻ സമയമില്ല. എന്നെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ, ഇന്ത്യയുടെ സ്റ്റേറ്റ് പല സ്റ്റേറ്റിലും എന്നെ ദൈവം കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം ഓരോ പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടാണ്. ഓരോ വിഷയങ്ങൾക്ക് ക്രോണിക് ഡിസീസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വ്യത്യാസത്തിൻ്റെ അനുഭവത്തിൽ എന്നെ അവിടെ വിളിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന രീതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ബ്ലസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ, ബ്ലസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾ, ബ്രെയിലി യുവാഞ്ചലിസത്തിൻ്റെ പ്രത്യേകം ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുള്ളതുകൊണ്ട് അതൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കെങ്കിലും എപ്പോഴും അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, ശബ്ദം കേൾപ്പിക്കുന്ന ദൈവമാണ്, രൂപം കാണിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് ദൃശ്യങ്ങളെ തരും. ദൈവത്തെ കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചു തരും, ശബ്ദം കേൾപ്പിക്കും, പ്രകാശം കാണിക്കും എന്നൊക്കെ എൻ്റെ അനുഭവം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് പാട്ടുകളൊക്കെ. ഞാൻ കണ്ട കാഴ്ചയെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ദൈവം, നമ്മുടെ യേശു കർത്താവ് ആരെ ഏത് നിലയിൽ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവോ അതിലധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. കാര്യം എൻ്റെ കൂടെ പഠിച്ച പല ആളുകളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡിൽ, തെരുവീതിയിലും ട്രെയിനിലൊക്കെ വന്ന് അവർ പാട്ടുപാടി പാത്രം കിളിക്ക് എന്നോട് ഭിക്ഷ ചോദിച്ചിട്ടുണ്ട്. കാഴ്ചയില്ല, എന്നെ സഹായിക്കണം. എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ആ ശബ്ദം എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പല കുട്ടികളും 3 പേരെ എൻ്റെ അടുത്ത് വന്ന് ഭിക്ഷ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പറഞ്ഞ സുഹൃത്തുക്കളെ പോലെ സ്റ്റാൻഡിൽ, തെരുവീതികളിലൊക്കെ പാട്ടുപാടി പാത്രം കിളിക്ക് വടിയും തല്ലിത്തിൻ്റെ തിരിഞ്ഞ് അവർ ഭിക്ഷുവാക്കി മാറ്റാതെ എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. ഒരിക്കലും എന്നെ അനുഭവം ഉണ്ടായി. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് നടത്തുന്നത്. ഞാൻ ഫറൂഖ് കോളേജിൽ, കാലിക്കറ്റ്, അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻ്ററുണ്ട്. ഞങ്ങളുടെ മാത്രമുള്ള ലൈറ്റ് ചെയ്യുണ്ട്. പോളി പോലത്തെ ഞങ്ങൾക്കുള്ള ലൈറ്റ് എഞ്ചിനീയറിംഗ് കം പ്രൊഡക്ഷൻ സെൻ്റർ എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഞാൻ ലൈറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പോയ സമയത്ത് ഫറൂഖ് കോളേജിൽ പോകണം. അപ്പോൾ അങ്ങനെ ഞാൻ കോട്ടയത്തുനിന്ന് മലബാർ എക്സ്പ്രസ്സിൽ രാത്രിയിലേക്ക് 9:30 കയറി. ഫറൂഖിലാകുമ്പോൾ ഇറങ്ങണം. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞാൻ പറഞ്ഞു, സാമാരെ എന്നോടത് പറയണം, എനിക്ക് കാഴ്ചയില്ല, ഫറൂഖാകുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. അവർ പറയാമെന്ന് പറഞ്ഞു. കുറച്ച് ഏതാണ്ട് ഒരു 4:05 ആയപ്പോൾ, 4:05 സമയമായപ്പം വെളുപ്പിൻ കാലത്ത് കുറച്ച് ഫറൂഖ് എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഇറക്കി താഴേക്ക് ഇറക്കണം, പിടിച്ചിറക്കണമെന്ന് പറഞ്ഞു. അവരെന്നെ കൈക്ക് പിടിച്ചിറക്കി. ഇറക്കിയപ്പോൾ വലിയ താഴ്ച. ഞാൻ ചോദിച്ചത് എന്താ? അപ്പോൾ പ്ലാറ്റ്ഫോം ഇത്തിരി ഫ്രണ്ടിലായി പോയി, ഫ്രണ്ടിലോട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു.
1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി വിട്ടുപോയി. ഞാൻ എത്ര എൻ്റെ കയ്യിരിക്കുന്ന പാർക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് പരിശോധിച്ചിട്ട് നടന്നിട്ടും ഒരു സ്റ്റേഷനാണെന്ന് തോന്നുന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ 5 കിലോമീറ്റർ ഉള്ളിൽ നിന്നാൽ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള സിഗ്നലിൻ്റെ ടോൺ കേൾക്കാം, വേവ്സിൻ്റെ സ്റ്റോൺസ് ഒക്കെ കേൾക്കാം. അപ്പം നമുക്ക് തിരിച്ചറിയാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്ന് ഒറ്റപ്പാതയുള്ളതുകൊണ്ട് 2 ലൈനിലൂടെ വണ്ടി വരുമെന്ന് പേടിക്കുന്നില്ല. പക്ഷെ എന്നാലും അടുത്ത വണ്ടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്നെ മുട്ടുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് പരിശോധിച്ച് മുന്നോട്ട് നടന്നു. കുറേ നടന്നിട്ടും സ്റ്റേഷൻ ആകുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ ചെറിയ പ്രായത്തിൽ ദൈവം എന്നോട് സംസാരിച്ച് എന്നെ സൂക്ഷിക്കാം, പരിപാലിക്കാം, നടത്താം, നയിക്കാം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ എവിടെ ഇറങ്ങിയിരിക്കുന്നത്? ഏതെങ്കിലും കായലിൻ്റെ നടുവിലാണോ, ഏതെങ്കിലും വനാന്തരത്തിലാണോ എന്നെ കൊണ്ട് ഇറക്കി വിട്ടത്? ആരും, ഒരു മനുഷ്യൻ്റെ, പക്ഷികളുടെ പോലും ശബ്ദം കേൾക്കുന്നില്ലല്ലോ. എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു, ബ്രെയിൽ വാച്ച് ഉണ്ടായിരുന്നു. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ 4 മണി 5 മിനിറ്റ് ആയി. പക്ഷെ ഇതെവിടെയാണ് എന്നെ ഇറക്കിയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ കർത്താവെ വരണമേ എന്ന് പറഞ്ഞു. എന്നെ അങ്ങ് സൂക്ഷിക്കാം, സഹായിക്കാം എന്ന് പറഞ്ഞല്ലോ. കർത്താവെ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, അങ്ങ് വരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ഷൂട്ട് ചവിട്ടി, റെയിൽവേയുടെ മെറ്റലിലൂടെ ഷൂട്ട് ചവിട്ടി ഇങ്ങനെ വരുന്നു. ഞാനൊന്നും നോക്കി, ആവശ്യക്കാരന് ഔചിത്യബോധമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാർ, എനിക്ക് കാഴ്ചയില്ല, 2 കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് ഫറോക്കിലാണ് ഇറങ്ങേണ്ടത്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അതേ ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ തൊട്ടടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ ഒരു വിരലിങ്ങനെ തൊട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്നും ഓർക്കുന്നില്ല. ഒരു മനുഷ്യനടുത്ത് വന്നാൽ, പാനിമോളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞങ്ങൾക്ക് ആരാ ഞങ്ങളുടെ അടുത്ത് വരുന്നത്, ഏകദേശം തൊടാതെ തന്നെ അറിയാം സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാൻ പറ്റും. ഓരോരുത്തരുടെ വസ്ത്രത്തിൻ്റെ ചലനം, ഹൃദയത്തിൻ്റെ ഇടിപ്പ്, തുടിപ്പ്, അംഗപ്രത്യംഗത്തിൻ്റെ ചലനം, സ്മെല്ല്, ശ്വാസഗതി, അങ്ങനെ ഒത്തിരി സിംറ്റംസ് നമുക്ക് കിട്ടും ഒരു മനുഷ്യനടുത്ത് വന്നാൽ. പക്ഷേ കർത്താവെ, എന്നെ സഹായിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഷൂട്ട് ചവിട്ടി വന്ന മനുഷ്യനെ കുറിച്ച് എനിക്കൊന്നും, പിന്നെ നമ്മുടെ കൂടെ കൈക്ക് പിടിച്ച് നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ചൊരു ചെറിയ ധാരണ, പൊക്കമോ വണ്ണമോ കയ്യെത്തൊട്ടോ എന്തെങ്കിലുമൊക്കെ ഒത്തിരി സിംറ്റം നമുക്ക് കിട്ടും. അതൊന്നും എനിക്ക് ബോധ്യപ്പെട്ടില്ല. എൻ്റെ ഓർമ്മശക്തി ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. എൻ്റെ കോൺസെൻട്രേഷൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഞാൻ പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ഫറോക്ക് സ്റ്റേഷൻ്റെ, റെയിൽവേ സ്റ്റേഷൻ്റെ ബെഞ്ചിൽ നിന്ന് ഉണർന്നു വരുന്നതാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ വിശ്വാസം ഇന്നും ദൈവമാകാം, ദൈവത്തിൻ്റെ ദൂതനാകാം എന്നെ കരങ്ങളിൽ വഹിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഏത് മനുഷ്യനെ ആരെ എങ്ങനെ സൃഷ്ടിച്ചുവോ അതിലധികമായി സൂക്ഷിക്കാൻ, പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. എത്രയോ അനുഭവം എനിക്ക് പറയാനുണ്ട്. ഒരിക്കലും സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് വരുമ്പോൾ, ഞാനന്ന് തബലിസ്റ്റാണ്, ഒരു ഓർക്കസ്ട്രയുടെ കൂടെ വൈകിയ ക്രിസ്ത്യൻ. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ, ട്രൈബൽ സെറ്റിൽമെൻ്റ് പ്രോഗ്രാം കഴിഞ്ഞ് വനത്തിൽ കൂടെ വരികയാണ്. അപ്പോൾ പെട്രോൾ മാക്സ് ഉണ്ട്, പിന്നെ പന്തങ്ങളൊക്കെ കത്തിച്ച് ഞങ്ങൾ ആനയും പന്നിയൊക്കെ അകറ്റി മാറ്റി വരുമ്പോൾ വലിയൊരു കാട്ടാന കൂട്ടങ്ങളിലേക്ക് പഠിച്ച് 2 സൈഡിലും ആന എന്ന് അലർന്നു. ഞങ്ങൾ അടുത്ത് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പ്രസിദ്ധരായ ആളുകളുണ്ടായിരുന്നു, നമ്മുടെ പ്രസിദ്ധനായ ആർ കൃഷ്ണൻകുട്ടി, അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു, എം.വി. ചെറിയാൻ സാറ്, അങ്ങനെയുള്ളവരൊക്കെയാണ് അന്നുള്ളത്. പല സുഹൃത്തുക്കൾ ഇന്നും ഉണ്ടവര് പ്രസംഗിത ആളുകൾ. കൃഷ്ണൻകുട്ടി സാറും എം.വി. ചെറിയാൻ സാറും ഒക്കെ മരിച്ചു പോയെങ്കിലും അന്നുണ്ടായിരുന്ന പലരും ഇന്നും ഉണ്ട്. അപ്പോൾ അവരിൽ പലരും പറഞ്ഞു, കൃഷ്ണകുമാറിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടി മരത്തിലെങ്കിലും കയറാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ കുര്യനെ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചു. അദ്ദേഹം കീബോർഡ് വായിക്കുന്നത്. കൈ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ദാനിയേലിനെ സിംഹത്തിൻ്റെ വായിൽ നിരീക്ഷിച്ച ദൈവം ഈ കാട്ടാന കൂട്ടങ്ങളിൽ തന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആന ഒന്നിച്ച് അലറിക്കൊണ്ട് 2 സൈഡിലേക്കും കാടുകൾ ഇളക്കി മറിച്ച് ഒടിച്ച് മറിച്ചുകൊണ്ട് മാറിപ്പോയ നിമിഷം ആനയുടെ ശ്വാസഗതി തൊട്ടടുത്തിരുന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ദൈവം വിടുവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആരെ ഏത് നിലയിൽ എങ്ങനെ സൃഷ്ടിച്ചുവോ, ദൈവം സൃഷ്ടിച്ചുവോ അധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ദൈവം ശക്തരാണെന്ന് പറയുന്നത്. അവർ 12 കാട്ടാനെ മാത്രമേ എണ്ണിയോളെന്ന് അവർ പറയുന്നത്. ദൈവം എന്നെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. 5 പേരെ കൊന്ന ഒരു നാട്ടാന അമ്പലത്തിലെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന റോഡിൽ നിർത്തിച്ച് പോയി. ഞാൻ ചെന്ന് അതിൻ്റെ കാലേശം തട്ടി, അതെന്നെ ചങ്ങല കിഴിക്ക് കേൾപ്പിച്ചു വന്നു. ഞാൻ മാറിപ്പോയി. അന്ന് എന്നെ ഒന്നും ചെയ്തില്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു പുഴയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തടി വന്ന് ഇനി ഇടിക്കുന്നതായിട്ട് തോന്നി. താഴെ നിന്ന് കുളിക്കുന്ന ചേച്ചിമാരെല്ലാം അലറി. പിന്നെയാണ് അവർ പറഞ്ഞത് അത് പെരുമ്പാമ്പായിരുന്നെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത്,
നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവോ അത് അധികമായി സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്, അനുഭവസ്ഥനാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഇത്രത്തോളം സൂക്ഷിച്ചു. എൻ്റെ 2 മക്കളെ പഠിപ്പിച്ചു. 2 മക്കളും വിവാഹിതരായി. എൻ്റെ മോൾ കുമളിയിലാണ്, അവളൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മകൻ ടീച്ചറാണ്, മരുമകൻ ടീച്ചറാണ്. അതുപോലെ എൻ്റെ മകൻ ഫൗണ്ടേഷൻ ചാനൽ എഞ്ചിനീയറാണ്. മാത്രമല്ല എന്നെപ്പോലെ അവനും മ്യൂസിക് ആർട്ടിസ്റ്റാണ്, ഡ്രമ്മറാണ്. അതും ചെയ്യുന്നുണ്ട്, ഓഡിയോ എഞ്ചിനീയറുമാണ്. അപ്പോൾ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ ദൈവം ഒരാളോട് ഒന്നും ചോദിക്കാതെ തക്ക സമയത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ദൈവം സഹായിച്ചതാണ്. ഇന്ന് വരെ ഒരു സാക്ഷ്യത്തിൽ എൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എൻ്റെ എത്രയോ സാക്ഷ്യങ്ങൾ, എത്രയോ ആരോമ TV-യില്, ജോയ്സ് TV-യില്, വേറെ എന്തുമാത്രം ഒത്തിരി പ്ലസ് മീഡിയയില്, വി സ്ക്വയറില് ഒക്കെ ഒത്തിരി പല ചാനലിലും അല്ലാതെ ഇതുപോലെയുള്ള ഒത്തിരി മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടില്ല. കാര്യം എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണമുണ്ട്. എനിക്ക് ആരും ഇല്ലാത്തൊരു സമയത്ത് എനിക്ക് പ്രകാശം കാണിച്ച് എൻ്റെ കൈക്ക് പിടിച്ച് നടത്തിയ, ഞാൻ പറഞ്ഞില്ലേ, അന്ന് മുതൽ ഇന്നയോളം ദൈവം എന്നെ കൈക്ക് പിടിച്ച് നടത്തും. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് മാറി വയ്ക്കാൻ കഴിയാത്ത എന്നെ ദൈവം കൈക്ക് പിടിച്ച് നടത്തി. എന്നെ സൂശിലേക്ക് നടത്തിയ അച്ചായൻ ഒരു 6 കിലോമീറ്റർ നടന്ന്, വയൽ കടന്ന്, വലിയ കുന്ന് കയറി, ഇറങ്ങി, പെരിയാറിന്റെ സൈഡിൽ ചെന്നിട്ട് തോണി കയറ്റി അക്കരെ കൊണ്ടുവച്ച് എന്നെ 3 പ്രാവശ്യം ചർച്ചിൽ കൊണ്ടുപോയി. ഞാൻ ഈ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓർഡർ ഇല്ലാതെ പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവെ എന്നെ സഹായിക്കാമെന്ന് അങ്ങ് പറഞ്ഞിട്ട് എനിക്ക് തന്നെ പോകണം. വലിയ പുഴയാണ്, അതുപോലെ പാടമുണ്ട്, പാലത്തെ കയറിയിട്ടില്ല, ഞാൻ തന്നെ പോയിട്ടില്ല, എങ്ങനെയാ പോകേണ്ടത്? ഞാൻ രാവിലെ ഒരു ദിവസം എന്നോട് ആരോ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നെ പല പ്രാവശ്യം കുട്ടികൾ കൈക്ക് പിടിച്ചുകൊണ്ടുള്ള പെരിയാറ്റിൽ തന്നെ കുളിച്ചിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. എന്നിട്ട് ചെറിയ വരമ്പത്തിലൂടെ ഒറ്റത്തടി പാലം കയറി, വലിയ കുന്ന് കയറി, വലിയ ഇറക്കം ഇറങ്ങി, അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ കൊക്കയാണ് പറയുന്നത്, താഴെ വിടാ പാറക്കെട്ടാണ്, മരിച്ചു പോകും. അതുപോലുള്ള സ്ഥലത്തോട് തന്നെ നടന്നു പോയി. പെരിയാറിന് തീരത്തെത്തി പടി ഇറങ്ങി താഴെ ചെന്നപ്പോൾ തോണിക്കാരൻ കൈ പിടിച്ചു, തുണിയെ കെട്ടി. അക്കരെ ചെന്നപ്പോൾ തോണിക്കാരൻ കൈയിട്ടപ്പോൾ കർത്താവിന്റെ കൈക്ക് പിടിച്ച് നടത്തി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ തനിയാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ഞാനതാ പറഞ്ഞ, ആരെ ഏത് നിലയിൽ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു അതിലധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. അങ്ങനെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ജോലി ചെയ്യായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ കാഴ്ചയില്ലാത്തവരൊക്കെ നല്ല ജോലിയിലിരിക്കുന്നവരാണ്. ടീച്ചർമാരുണ്ട്, പ്രൊഫസർമാരുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രൊഫസറെ ഞാൻ കണ്ടു, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഹബീബ് മാഷെ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ കുറേ സുഹൃത്തുക്കളെ കണ്ടു. മിക്കവാറും പേര് ജോലിയുള്ളവരാ, എല്ലാം മാഷന്മാരാ, സ്കൂൾ മാഷന്മാര്, കോടതിയില്, ബാങ്കില് ഒക്കെ ജോലിയുള്ള കാഴ്ചയില്ലാത്തവരാ. എനിക്കും വേണേ അത്യാവശ്യമായ ജോലി ചെയ്യാമായിരുന്നു. ആ ജോലിയെല്ലാം വിട്ട് ഇതുപോലുള്ള ചെറിയ മീറ്റിങ്ങിലും ചെറിയ പരസ്യപ്പെടുത്തലും ആയിരങ്ങളുള്ള കൂട്ടങ്ങളിലൊക്കെ ഞാൻ കർത്താവിനെ സാക്ഷിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന വലിയ പ്രകാശം, എന്നെ ചെറിയ പ്രായത്തിൽ തൻ്റെ സൂര്യന്റെ വെളിച്ചം, കർത്താവിൻ്റെ തേജസ്കരിച്ച ആ ക്രൂശിന്റെ രൂപം, കർത്താവിൻ്റെ ആ ഇമ്പകരമായ ശബ്ദം, അതാണ് എന്നെ ഈ മിനിസ്ട്രിയിലേക്ക് നടത്തുന്നത്. അത് വന്നപ്പോൾ എനിക്ക് ജോലി വേണമെന്ന് തോന്നിയില്ല, മറ്റൊന്നും ഉണ്ടാക്കണം തോന്നിയില്ല. ഞാനൊരു ചെറിയ വീട്ടിലാണ്, ഇതൊരു ഷീറ്റിന്റെ വീടാണ്. ഇവിടെ തന്നെ ഒരു ചെറിയ മുറിയിരുന്ന് പറയാൻ കാരണം തന്നെ അതാ. എനിക്കൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഒന്നും സമ്പാദിക്കണമെന്നോ ഒന്നും നേടണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നില്ല. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ഒരു മീറ്റിങ്ങോ കൺവെൻഷനോ ഓർപ്പണറോ പബ്ലിക് മീറ്റിങ്ങോ ഒക്കെ സംഘടിപ്പിക്കണമെന്ന് അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചിന്തയില്ല. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാതെ, ഇവിടുത്തെ പാസ്റ്റർമാർക്കറിയാം, ഇവിടുത്തെ സുവിശേഷ പ്രവർത്തകർക്കറിയാം. എന്നെ എത്രയോ സ്ഥലത്ത് വിളിച്ച് പുറത്തൊക്കെ, ഞാൻ ഒരിടത്തും ഇന്നുവരെ പോയിട്ടില്ല. ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, അതല്ലാതെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ദൈവം സമൃദ്ധിയായിട്ട് എന്നെ നടത്തുന്നു. ഈ മിനിസ്ട്രിയിൽ വന്ന് ചുരുങ്ങിയ നിമിഷം അനുഭവസാക്ഷ്യം ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് അവസരം നൽകിയ മെർക്കൽ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയോട്, എൻ്റെ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞല്ലോ, മാർട്ടിൻ ഉമ്മൻ സാറ് എന്നെ പരിചയമില്ലെങ്കിലും എൻ്റെ നമ്പർ എങ്ങനെയോ കളക്ട് ചെയ്ത് വിളിച്ചു. പാസ്റ്റർ ജോർജ് പി ചാക്കോയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. എന്നെ ഇന്നലെ വിളിച്ച് ഫോണിൽ പരിചയപ്പെടുത്തിയ ഷേർലി ആൻറ്റിയോട് നന്ദിയുണ്ട്. അതുപോലെ ഫാനിമോളെ, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എത്ര പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചാലും നിരാശയില്ല. അങ്കരകവിയായ
വിശ്വവിഖ്യാതനായ ആംഗല കവിയായി മിൽട്ടൺ പറഞ്ഞത് ഇങ്ങനെയാ: ബ്ലൈൻഡ്നെസ് ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അന്ധത ദൈവത്തിന്റെ സമ്മാനമാണ്. പൗലോസ് പറയുന്നു, കഷ്ടത്തിലായത് ഗുണം കൂടി, കഷ്ടം സഹിക്കാൻ എനിക്ക് വരം ലഭിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പ്രയാസമില്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളെല്ലാ പേരും സ്വന്തം മുഖം കൊണ്ട് അന്യനെ കാണുന്ന സുദിനം വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശ പ്രാപിച്ചവരെ നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മുടെ ഇരിക്കുന്നിടത്ത് നിന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ചുരുങ്ങിയ നിമിഷം എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചു. എൻ്റെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രത്യേക പദമോ ശബ്ദമോ ഭാഷയോ ഉപയോഗിച്ചൊന്നും അല്ല പറഞ്ഞത്. ഞാൻ അനുഭവിച്ച കാര്യം അതുപോലെ സാധാരണ നിലയിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമ്മളെ ശബ്ദത്തിലോ ഭാഷയിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇമോഷണലായുള്ള കാര്യങ്ങളിലല്ല, അതിൻ്റെ അകത്തെ സത്യസന്ധതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എൻ്റെ സാക്ഷ്യം കേട്ട അനവധി ആളുകളെ ഈ മാർഗത്തിലേക്ക് വരുന്നുണ്ട്. എന്നോട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ചോദിക്കുന്നതോട് ഞാൻ പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് ഇപ്പം കഴിയുന്നുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഒത്തിരി പ്രോഗ്രാം നടത്താൻ ആഗ്രഹമുണ്ട്. നമുക്ക് കർത്താവ് തരുന്ന അവസരം എല്ലാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വെച്ച് മാത്രമാണ് ഞാൻ ജോലിക്ക് പോലും ശ്രമിക്കാതിരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി അവസരം സൃഷ്ടിച്ച നിങ്ങളോടെല്ലാവരും നന്ദിയുണ്ട്. ഞാൻ ഈ പേര് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി പറയുന്നു. മാത്രമല്ല, ഒന്നുമില്ലായ്മയിൽ എത്രത്തോളം നടത്തി പരിപാലിച്ച, കൈക്കുടിച്ച് നടത്തി സൂക്ഷിച്ച് പരിപാലിച്ച സർവശക്തനായ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.